ചേച്ചി കുറച്ച് ലേറ്റ് ആയോ? ഇല്ല, അത് നമുക്ക് രാവിലെ ഒരു പ്രോഗ്രാം ഉണ്ടായി കഴിഞ്ഞു വന്നതാണ്. എന്തുണ്ട് വിശേഷം? ഓരോ ദിവസം ചെറുതായി വരുവാണോ? വലിപ്പം കൊണ്ടാണോ? വലിപ്പം കൊണ്ടും എല്ലാം കൊണ്ട് എളുപ്പം കൊണ്ടും ഒക്കെ. എളിമയൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയുന്നതാ. വലിപ്പം കൊണ്ട് കുറച്ച് ചെറുതായി. എന്താ ഡയറ്റ് ഒക്കെ ആണോ? ഇല്ല, ഷുഗർ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഡയറ്റ് അങ്ങനെയൊന്നുമില്ല. ഇല്ല, ഷുഗർ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇത്രയും വലിയ അതിന് അധികം തടിയൊന്നും ഇല്ലല്ലോ ചേച്ചി. വയറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാം. ആൾക്കാരെല്ലാം കേൾക്കുമല്ലോ ഞാൻ പറഞ്ഞു. അപ്പൊ എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ജനറൽ ബോഡിക്ക് എത്രാമത്തെ തവണ വരാം? ഇപ്പൊ കുറേ ആയി, കുറച്ചായി, എനിക്കറിയില്ല, എണ്ണ അറിയില്ല. ഇത് 31ാമത്തെയാണ് നടക്കുന്നത്. ഒരു 10-12 ഒക്കെ ആയിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പം ഇത്രയും ദിവസം നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് പോയത് അഡോപ്റ്റ് കമ്മിറ്റിയാണ്. എന്താണ് അഡോപ്റ്റ് കമ്മിറ്റിയെ പറ്റിയുള്ള ഒരു അഭിപ്രായം? അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും മൊബൈലിൽ മെസ്സേജ് ആയിട്ടും ലെറ്റേഴ്സ് ആയിട്ടും ഒക്കെ വളരെ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും അതിലുള്ള ആളുകളെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവരെല്ലാം അവരുടെ കർത്തവ്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അടിപൊളി, താങ്ക് യു. തവണയായിട്ട് മുങ്ങി നടന്നത് ഞാൻ കണ്ടിരുന്നു. ഞാൻ മുങ്ങിയതല്ല, അവിടുന്ന് വന്നു, ഇവിടുന്ന് ഞാൻ ഓരോ പ്രാവശ്യം വരുമ്പോൾ നിങ്ങളുടെ കൂടെ ഓരോ ആൾക്കാരുണ്ട്. ചേട്ടൻ ഒരു ഹായ് കാണിച്ചിരുന്നേ ഞാൻ ഓടി എത്തിയാണ്. എന്തുണ്ട് വിശേഷം? ഓക്കെ, എത്രാമത്തെ ചെറിയ ബോഡി ചെയ്താ ചേട്ടൻ വരുന്നത്? ഞാനോ ആലോചിക്കണം. ഇത് 31ാമത്തെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇനി പുറകിലേക്ക് ആലോചിക്കണം. 22-ലാണ് ഞാൻ മെമ്പർ ആവുന്നത്. 3 വർഷമായി. 3 വർഷമായി. എങ്ങനെയുണ്ട് ഇപ്പം? നമുക്കിപ്പോൾ അഡോപ്റ്റ് കമ്മിറ്റിയാണ് നയിച്ചുകൊണ്ട് പോകുന്നത്. എന്താണ് അഡോപ്റ്റ് കമ്മിറ്റിയെ പറ്റിയുള്ള ഒരു അഭിപ്രായം, വിലയിരുത്തലും ഒക്കെ? അഡ്ഹോക് കമ്മിറ്റി എനിക്ക് വളരെ കുറച്ച് കാലത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടീമായിട്ടാണ് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരി ഉള്ള പെർഫോമൻസുകളാണ് കമ്മിറ്റി മെമ്പേഴ്സ്, പ്രത്യേകിച്ചും സ്ത്രീ മെമ്പേഴ്സ്, ഫീമെയിൽ മെമ്പേഴ്സ്, അൻസിബയൊക്കെ. പ്രത്യേകിച്ചും നമ്മുടെ സഞ്ജീവനി പദ്ധതി വളരെ എഫക്റ്റീവായിട്ട് നടക്കുന്ന ഒരു പദ്ധതിയാണ്. കൃത്യമായി എല്ലാ മാസവും ഒരു ഡേറ്റിൽ നമുക്ക് നമ്മളുടെ മരുന്നുകൾ വീട്ടിലെത്തുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ പോലും, ഇപ്പം നമ്മൾ ഡോക്ടേഴ്സിനെ കാണുമ്പോൾ നമുക്ക് മരുന്നുകൾ അതെ മാറ്റിയൊക്കെ തരുമ്പോൾ അപ്പോൾ അതൊക്കെ ഇൻഫോം ചെയ്താൽ ആ മാസം തന്നെ ആ ചേഞ്ചസ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഇതുപോലെ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പം ഞാൻ 100% വളരെ ഹാപ്പി ആയിട്ടാണ് ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നത്. പിന്നെ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്ക് പല വിമർശനങ്ങളും പറയാം. അതൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള വിമർശനങ്ങളാണ്, പേഴ്സണൽ അറ്റാക്കുകളാണ്. സംഘടന, അത് നമ്മൾ ഒരു സംഘടന നിൽക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്കെതിരെ നടക്കുന്ന പേഴ്സണൽ അറ്റാക്ക് പോലും നമ്മളുടെ സംഘടനയെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും ഒരേ മനസ്സോടെ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് വന്നാൽ മാത്രമേ അവർക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഞാൻ പേഴ്സണലി എൻ്റെ കാര്യം പറയാം, ഐ എം വെരി ഹാപ്പി. സിനിമകളാണോ? പ്രൊജക്റ്റുകൾ ഞാൻ ഇപ്പം ചെയ്തു തീർത്തു. ഇപ്പോൾ പ്രകമ്പനം എന്ന് പറയുന്നൊരു സിനിമ നടക്കുന്നു. സലീം അഹമ്മദിൻ്റെ ഒരു സിനിമ ഷൂട്ടിംഗ് പകുതിയായി. എം.എ. നിഷാദക്കയുടെ ഒരു സിനിമ കംപ്ലീറ്റ് ചെയ്തു. ഇനി പള്ളിച്ചട്ടമ്പി നാളെ തുടങ്ങുന്നു. പിന്നെ 2-3 സിനിമകൾ ദൈവാനുഗ്രഹത്താൽ ലൈനപ്പ് ചെയ്ത് നിൽക്കുന്നു. അപ്പം എല്ലാം ഉഷാറാവട്ടെ. താങ്ക് യു. ഞാൻ കഴിഞ്ഞ വർഷം മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ചേട്ടൻ ഒരു ന്യൂ മെമ്പർ ആണല്ലോ. നോക്കുവാണെങ്കിൽ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഇതിൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഫാക്ടർ എന്തായിരിക്കും? ഈ പറഞ്ഞ പോലെ നമ്മൾ വെള്ളിത്തിരയിൽ കാണുന്ന എല്ലാവരും കാണാം. പിന്നെ അമ്മയുടെ മെമ്പർഷിപ്പ് പറഞ്ഞാൽ ഒരു അഭിമാനമാണ്. ഇതിലേക്ക് വന്നത് സന്തോഷം. ഈ തവണ നമുക്കിപ്പം ഒരു പ്രത്യേകതയോടെ ഉണ്ട്. നമ്മുടെ ജഗതി ചേട്ടൻ നമ്മളെയൊക്കെ കാണാൻ വന്നിട്ടുണ്ട്. കണ്ടായിരുന്നോ ജഗതി ചേട്ടനെ? ഇല്ല, ഞാൻ വന്നോളൂ. വേറെ ഒരു സ്ഥലത്ത് പോയിട്ടാണ് വന്നത്. ഒരു വൈകി കാണണം, കയറണം. ജഗതി ചേട്ടനെ പറ്റിയുള്ള ഒരു ഓർമ്മ പറയുകയാണെങ്കിൽ എന്തായിരിക്കും പറയാം? ഈ ഓർമ്മ എന്ന് പറഞ്ഞാൽ വളരെ കുട്ടിക്കാലത്ത് അമ്പിളിച്ചേട്ടൻ്റെ പടങ്ങൾ കാണുകയും എന്താ പറയുക, അതിന് ഒരു മറുപടി പറയാം, നമ്മളൊക്കെ ചിരിപ്പിച്ച് അങ്ങനെ ഉണ്ടല്ലോ, സീരിയസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ ചേട്ടൻ്റെ ഒക്കെ അഭിനയം കണ്ടാണ് നമ്മളൊക്കെ ആസ്വദിച്ചാണ്. നമസ്കാരം. ഇല്ല
right from the beginning I am here. ശരി. അപ്പം എത്രാമത്തെ തവണയാണ് ജനറൽ ബോഡിയിൽ വരുന്നത്? ഞാൻ മെമ്പർഷിപ്പ് എടുത്ത അന്നു മുതൽ എല്ലാ ജനറൽ ബോഡിയിലും വരുന്ന ആളാണ്. 6 വർഷം എക്സിക്യൂട്ടീവിൽ ഇരുന്ന ആളല്ലേ. അപ്പം എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഭരണവും കാര്യങ്ങളൊക്കെ പോകുന്നത്? ഇപ്പം അഡോബ് കമ്മിറ്റി ആണല്ലോ നമ്മളെ ഇതുവരെ എത്തിച്ചിരിക്കുന്നത്. അപ്പം അഡോബ് കമ്മിറ്റി ആണെന്നുള്ളൊരു ഫീല് നമുക്ക് ഉണ്ടായില്ല. അത്രയും നല്ലൊരു പ്രവർത്തനമാണ് കണ്ടത്. അങ്ങനെ ഒരു ഫീലൊന്നും നമുക്ക് ആർക്കും അമ്മയുടെ അംഗങ്ങൾക്കൊന്നും ഉണ്ടായിട്ടില്ല. വളരെ നല്ല രീതിയിൽ പോവല്ലേ. വളരെ വി ആർ വെരി ഹാപ്പി. ആരാ ഹാപ്പിയാ വേണ്ട? നമ്മളല്ലേ ഹാപ്പിയാ വേണ്ടത്. വി ആർ വെരി ഹാപ്പി. അപ്പൊ പിന്നെ ഒന്നും നോക്കാനില്ല. പിന്നെ ഒന്നും നോക്കാനില്ല. ജഗതിച്ചേട്ടനെ കണ്ടോ? ആരെ? ജഗതിച്ചേട്ടനെ കണ്ടു. ജഗതിച്ചേട്ടനെ കണ്ടു. രാവണൻ ചേട്ടൻ അവിടെ ഉണ്ട്, ശ്രീനിയേട്ടൻ അവിടെ ഉണ്ട്. എല്ലാവരും കണ്ടു. ഭയങ്കര സന്തോഷം. ഏറ്റവും സൗഹൃദമുള്ള ഒരാൾ പറഞ്ഞാൽ ആരായിരിക്കും? അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അങ്ങനെ പറയാൻ പാടില്ലല്ലോ. എല്ലാവരും അതാണല്ലോ അമ്മയുടെ എല്ലാ മക്കളും ഒന്നുപോലെയാണെന്ന്. യു ഓൾ ആർ ഹാപ്പി. ശരിയേട്ടാ, താങ്ക് യു സോ മച്ച്. ഹായ് ശേഷി, നമസ്കാരം. ഹാപ്പി ടു സീ അഗൈൻ അമ്മ വെയിറ്റിംഗ്. Thank you so much. Happy to be here again. Okay, do you remember me? നമ്മള് നെക്സ്റ്റ് ഫാമിലി മീറ്റപ്പിന് കണ്ടിട്ടുണ്ടായിരുന്നു. Yes, I do remember you. Yeah, thank you so much. അപ്പം എന്തുണ്ട് വിശേഷം? കൊച്ചൊക്കെ സുഖമായിട്ടിരിക്കണോ? എല്ലാവരും സുഖമായിട്ടുണ്ട്. ഓക്കെ, അന്ന് പുതിയ പ്രൊജക്റ്റിന്റെ ഇടയ്ക്കാണ് ഇങ്ങോട്ടൊക്കെ വന്നത്. അപ്പോൾ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയോ? ഇല്ല, അതിനും ഷൂട്ട് it's going on. It's going to take quite some time to complete. It's a big project, so yeah, it's happening. Okay, അപ്പം ജനറൽ ബോഡിയിൽ ആദ്യമായിട്ടാണോ അതോ ഇതിനു മുമ്പ് വന്നിട്ടില്ല? ഇല്ല, ഞാൻ വന്നിട്ടുണ്ട്. It's just that after COVID എനിക്ക് വരാൻ പറ്റത്തില്ല because of my child. But I'm happy to be back and meet everybody here at the meeting. Okay, ആരെയാണ് എക്സൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ഇരുന്നത് ഈ ജനറൽ ബോഡിയിൽ? Of course, Laletan. I mean, it's been quite some time since I've met him personally. So and the new committee members and everyone I've worked with actually because എനിക്ക് എല്ലാവരും മീറ്റ് ചെയ്ത് കുറച്ച് സമയമായി because I have not traveled to Kerala much in the past 4 years. But yeah, today was that opportunity where I could come and meet all my colleagues and it's amazing. This is like a family meetup. Yeah. This is much better than the family meet. I get to see everybody here. Okay. ജഗതി ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, കണ്ടിരുന്നോ? കണ്ടിരുന്നു. അദ്ദേഹത്തിന് മുമ്പ് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? മീറ്റ് ചെയ്തിട്ടുണ്ട്, but today I'm yet to talk to him. Yeah, so the meeting is going on, so I will talk to him after that. മലയാളത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് മലയാളത്തിൽ വരുന്നില്ല എന്നൊരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഉണ്ട്, പ്രേക്ഷകർക്ക് എല്ലാം. വൈ? അല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ആഫ്റ്റർ കോവിഡ് കുറച്ച് ഞാൻ ഫിലിംസ് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സ്ലോ ചെയ്ത് because I wanted to take time off for my son and I'm in Bangalore. So ഇപ്പോൾ ഞാൻ മറുപടിയും തുടങ്ങി. So I've started doing Malayalam films and yeah, I'm back. So okay, still ഇവിടെ ഉണ്ട്. മലയാളത്തിലേക്ക് ഒരു വിളി വന്നാൽ ഓടി എത്തും എന്നുള്ളതാണ്. Yes, absolutely. തീർച്ചയായിട്ടും. Thank you so much. Thank you. All the best. Thank you. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തും. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഇത്തവണയും ബില്ലൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത മാസം നമുക്കും വേണം സോൾ സ്റ്റെല്ലറിന്റെ സോളാർ. സോൾ സ്റ്റെല്ലർ പ്രൈവറ്റ് ലിമിറ്റഡ്. House of Sarees by Maharani Wedding Collections, Thodupuzha.